ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഒരു രാജ്യം ഒരു വാതക ശൃംഖല പരിപാടിയിലൂടെ രാജ്യത്ത് സംശുദ്ധ ഊർജ്ജം പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് പുതുതായി 20 പേർക്ക് കൂടി ജനിതകമാറ്റം വന്ന വൈറസ് ബാധ. വാക്സിൻ വിതരണത്തിന് രാജ്യം സജ്ജമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി. കേരളത്തിൽ ഇന്ന് 5615 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കേരളത്തിൽ പക്ഷിപ്പനി സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. പുതിയ പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെയുള്ള സെൻട്രൽ വിസ്ത നിർമ്മാണത്തിന് സുപ്രീം കോടതിയുടെ അനുമതി. 1901 ശേഷം ഏറ്റവും ചൂടുകൂടിയ 8ാമത്തെ വർഷമായിരുന്നു 2020 എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഒരു രാജ്യം ഒരു വാതക ശൃംഖല പരിപാടിയിലൂടെ രാജ്യത്ത് സംശുദ്ധ ഊർജ്ജം പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 450 കിലോമീറ്റർ നീളമുള്ള കൊച്ചി മംഗലൂരു വാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്രഹാം. എണ്ണ പ്രകൃതിവാതക മേഖലയിലെ പരിവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും പാരമ്പര്യേതര ഊർജ്ജത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനും ഊർജ്ജ മേഖലയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അതിവേഗം വികസിപ്പിക്കാനും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2014 വരെ 24 കോടി പാചകവാത കണക്ഷനുകളാണ് രാജ്യത്ത് ഉണ്ടായിരുന്നതെങ്കിൽ അതിനുശേഷമുള്ള 6 വർഷം കൊണ്ട് 24 കോടി പുതിയ കണക്ഷനുകൾ നൽകാൻ കഴിഞ്ഞു. കോവിഡ് ലോക്ഡൌൺ കാലത്ത് മാത്രം 12 കോടി പാചകവാത സിലിണ്ടറുകൾ സൗജന്യമായി നൽകി. 2014 വരെ 15,000 കിലോമീറ്റർ വാതക പൈപ്പ് ലൈനുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 6 വർഷം കൊണ്ട് 16,000 കിലോമീറ്റർ പുതിയ വാതക പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനായി. കൊച്ചിക്കും മംഗലാപുരത്തിനുമിടയിലെ പൈപ്പ് ലൈൻ വഴി 21 ലക്ഷത്തോളം വാതക പൈപ്പ് കണക്ഷനുകൾ നൽകാനാകും. പെട്രോളിലെ എഥനോൾ മിശ്രണം അടുത്ത 10 വർഷം കൊണ്ട് 20% ഉയർത്തും. ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ പ്രകൃതിവാതകത്തിന്റെ പങ്ക് നിലവിലെ 6.2 നിന്ന് 15% ഉയർത്തുമെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പശ്ചിമ ചരക്കിടനാഴിയിലെ ന്യൂ രേവാഡി ന്യൂ മദർ സെക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച രാജ്യത്തിന് സമർപ്പിക്കും. 306 കിലോമീറ്റർ നീളമുള്ള സെക്ഷൻ ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. 1.5 കിലോമീറ്ററോളം നീളമുള്ള ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ ട്രെയിൻ സർവീസിനും അദ്ദേഹം തുടക്കം കുറിക്കും. കോവിഡ് വാക്സിൻ വിതരണത്തിന് രാജ്യം സജ്ജമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കർണാൽ, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലായി 4 പ്രാഥമിക പ്രതിരോധ മരുന്ന് സംഭരണ സംവിധാനങ്ങളാണ് ഉള്ളതെന്ന് ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇവിടെ ഉയർന്ന അളവിൽ സംഭരിക്കുന്ന പ്രതിരോധ മരുന്നുകൾ സാധാരണക്കാർക്ക് ലഭ്യമാകും. രാജ്യത്തെ പ്രതിദിന കോവിഡ് സ്ഥിരീകരണ നിരക്ക് തുടർച്ചയായി കുറയുകയാണ്. ഡിസംബർ 23 മുതൽ ഇന്നുവരെ ഇത് 3% താഴെയായി തുടരുകയാണ്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 16,375 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 29,091 പേർ രോഗമുക്തരായി. 201 മരണവും കോവിഡ് ബാധിച്ചാണെന്ന് തിരിച്ചറിഞ്ഞു. രാജ്യത്ത് പുതുതായി 20 പേർക്ക് കൂടി ജനിതകമാറ്റം വന്ന വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ 58 പേരിൽ പുതിയ വൈറസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞു. നിലവിൽ കോവിഡ് ബാധിച്ച് ഇന്ത്യയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 2,61,036 ഇതുവരെ രോഗം ബാധിച്ചവരുടെ 2.23%. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 8.96 ലക്ഷം സാമ്പിളുകളും പരിശോധിച്ചു. കേരളത്തിൽ ഇന്ന് 5,615 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4,922 പേർ രോഗമുക്തരായി. UK-യിൽ നിന്നും വന്ന 2 പേർക്കും രോഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ അടുത്തിടെ UK-യിൽ നിന്ന് വന്ന 41 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,269 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 24 മരണവും കോവിഡ് കാരണമാണെന്ന് സ്ഥിരീകരിച്ചു. ആകെ മരണം 3,184 ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ മരുന്ന് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കർണാടക ആരോഗ്യമന്ത്രി കെ സുധാകർ. പ്രതിരോധ മരുന്ന് വികസനത്തിനായി കഠിനാധ്വാനം നടത്തിയ നമ്മുടെ ശാസ്ത്രജ്ഞരുടെ പരിശ്രമങ്ങളെ അനാവശ്യ വിമർശനങ്ങളിലൂടെ ഇകഴ്ത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. പുതിയ പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെയുള്ള സെൻട്രൽ വിസ്ത നിർമ്മാണത്തിന് സുപ്രീം കോടതി അനുമതി നൽകി. പദ്ധതിക്ക് ലഭിച്ച പാരിസ്ഥിതിക അനുമതിക്ക് സാധുതയുണ്ടെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വർ, AM ഖൻവിൽക്കർ, സഞ്ജീവ് ഖന്ന എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. വിധിയെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി സ്വാഗതം ചെയ്തു. കേരളത്തിൽ പക്ഷിപ്പനി സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. ആലപ്പുഴയിലും കോട്ടയത്തും പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പനി ബാധിച്ചയിടങ്ങളിൽ പക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടിയും തുടങ്ങി. അതിനിടെ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലും പക്ഷിപ്പനി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഹിമാചൽ പ്രദേശിൽ കാംഗ്ര ജില്ലയിൽ അടുത്തിടെ ചത്ത ദേശാടന പക്ഷികളിൽ വൈറസ് സാമ്പിൾ കണ്ടെത്തി. മധ്യപ്രദേശിൽ പക്ഷിപ്പനി കണ്ടെത്തിയ ഇൻഡോർ നഗരത്തിൽ ദ്രുതകർമ്മ സേന കൺട്രോൾ റൂം തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാജസ്ഥാനിൽ 10ഓളം ജില്ലകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പക്ഷിപ്പനി ബാധ കണ്ടെത്തി. 1901 ശേഷമുള്ള ഏറ്റവും ചൂട് കൂടിയ 8ാമത്തെ വർഷമായിരുന്നു 2020 എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇക്കാലയളവിലെ ഏറ്റവും ചൂട് കൂടിയ 15 വർഷങ്ങളിൽ 12ഉം 2006നും 2020നും ഇടയിലായിരുന്നു. ഏറ്റവും ചൂട് കൂടിയ ദശാബ്ദമായിരുന്നു ഇക്കഴിഞ്ഞത് എന്നും കാലാവസ്ഥാ വകുപ്പ് ചൂണ്ടിക്കാട്ടി. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് സാധാരണ നിലയിൽ മഴ ലഭിച്ചതായും വകുപ്പ് അറിയിച്ചു. തുഗ്ലക് മാസികയുടെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ മാസം 14-ന് ചെന്നൈയിലെത്തും. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാട്ടിൽ പൊങ്കൽ ദിനത്തിൽ നടക്കുന്ന ശ്രീ ഷായുടെ സന്ദർശനം NDA മുന്നണിക്ക് രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. തമിഴ്നാട്ടിൽ നിലവിലെ ഭരണകക്ഷിയായ AIADMK NDA മുന്നണിയുടെ ഭാഗമാണ്. മുന്നണിക്കുള്ളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഊട്ടിയുറപ്പിക്കാനും ശ്രീ ഷായുടെ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് സൂചന. ഇന്ത്യൻ മൂല്യങ്ങൾ അടിസ്ഥാനമായ നൂതന കളിപ്പാട്ടങ്ങൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ടോയ്ക്കത്തോൺ 2021 കേന്ദ്രമന്ത്രിമാരായ രമേശ് പൊഖ്രിയാൽ നിശാങ്ക്, സ്മൃതി ഇറാനി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികമായ വസ്തുക്കൾ ഉപയോഗിച്ച് നൂതനവും ചെലവ് കുറഞ്ഞതും സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ 6 മന്ത്രാലയങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ടോയ്ക്കത്തോൺ വിഭാവനം ചെയ്യുന്നു. റെയിൽ മാർഗമുള്ള ചരക്കു നീക്കം സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനായി രൂപീകരിച്ച ചരക്ക് നീക്ക വ്യവസായ വികസന പോർട്ടൽ കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ രാജ്യത്തിന് സമർപ്പിച്ചു. റെയിൽവേയുമായുള്ള വ്യാപാര സംബന്ധമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ലളിതവൽക്കരിക്കുന്നതിന് പുതിയ പോർട്ടൽ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ജമ്മു കാശ്മീരിൽ തുടരുന്ന കനത്ത മഞ്ഞുവീഴ്ച ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ജമ്മു ശ്രീനഗർ ദേശീയപാത 3ാം ദിവസവും അടഞ്ഞുകിടക്കുകയാണ്. പാതയിൽ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. BCCI പ്രസിഡന്റും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനുമായ സൗരവ് ഗാംഗുലി നാളെ ആശുപത്രി വിടും. ഗാംഗുലിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹത്തിന് തന്റെ ജോലികളിലേക്ക് മടങ്ങാമെന്നും കൊൽക്കത്തയിലെ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ച പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ദേവി ഷെട്ടി പറഞ്ഞു. ഹൃദയാഘാതത്തെ തുടർന്ന് ഈ മാസം 2-നാണ് ശ്രീ ഗാംഗുലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പശ്ചിമബംഗാളിൽ കായിക യുവജന സേവന സഹമന്ത്രി ലക്ഷ്മി രത്തൻ ശുക്ല മമതാ ബാനർജി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിക്ക് ശുക്ല തന്റെ രാജി സമർപ്പിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ ശുക്ല തൃണമൂൽ കോൺഗ്രസ് ഹൌറ ജില്ലാ അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ബംഗളൂരു FCയും മുംബൈ സിറ്റിയും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു. ഗോവ ഫറ്റോർദ സ്റ്റേഡിയത്തിലാണ് കളി. ഇന്നലെ നടന്ന മത്സരത്തിൽ 1-നെതിരെ 4 ഗോളുകൾക്ക് ഹൈദരാബാദ് ചെന്നൈയിൻ FCയെ തോൽപ്പിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു രാജ്യം ഒരു വാതക ശൃംഖല പരിപാടിയിലൂടെ രാജ്യത്ത് സംശുദ്ധ ഊർജ്ജം പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് പുതുതായി 20 പേർക്ക് കൂടി ജനിതക മാറ്റം വന്ന വൈറസ് ബാധ. വാക്സിൻ വിതരണത്തിന് രാജ്യം സജ്ജമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി. കേരളത്തിൽ ഇന്ന് 5615 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കേരളത്തിൽ പക്ഷിപ്പനി സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. പുതിയ പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെയുള്ള സെൻട്രൽ വിസ്ത നിർമ്മാണത്തിന് സുപ്രീം കോടതിയുടെ അനുമതി. 1901 ശേഷം ഏറ്റവും ചൂടുകൂടിയ 8ാമത്തെ വർഷമായിരുന്നു 2020 എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9-ന്.